ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യു ടിപ്സ്. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യു ടിപ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് ലെറ്റ്യൂസ് എഡ്യു ടിപ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഒരു സെൻറ്റൻസ് തരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് തരാം. She is a beautiful girl. She is a beautiful girl. എന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡിന്റെ അടിയിൽ എന്ത് ചെയ്യും? അണ്ടർലൈൻ തന്നിരിക്കും. അണ്ടർലൈൻ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായും നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കിന്ന് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ക്ലാസ്സിലേക്ക് പോകാം. പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 8 പാർട്സ് ഓഫ് സ്പീച്ച് അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് വർക്ക് ദേ ഡു ഇൻ എ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. അതാണെന്ത്? പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 8 പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ 8 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി അതെങ്ങനെയാണ് അതിനെ 8 എണ്ണത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് വർക്ക് ദേ ഡു ഇൻ എ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞിട്ട് അവയുടെ ധർമ്മം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് തരുന്നു, ആ സെന്റൻസിൽ അത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മൾ ഓരോന്നിനെയും ഓരോ വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ നൗൺ, സെക്കൻഡ് പ്രനൗൺ, third one adjective, fourth verb, fifth one adverb, sixth preposition, 7 conjunction and 8 interjection. ഇങ്ങനെ 8 ക്ലാസിഫിക്കേഷൻ ആണ് പാർട്സ് ഓഫ് സ്പീച്ചിന് വരുന്നത്. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഞാനിതൊരു ഇൻട്രോഡക്ടറി ക്ലാസ് ആയിട്ടാണ് തരുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് PSC എക്സാമിനേഷന് ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടും എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു എത്രയുണ്ട്? 8 പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെ? 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. തന്നിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അത് ചെയ്യുന്ന ഡ്യൂട്ടി, അത് ചെയ്യുന്ന ധർമ്മം അനുസരിച്ചാണ് നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഓരോ പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ആദ്യം തന്നെ നമുക്ക് നൗൺ എന്താന്ന് നോക്കാം. ഇപ്പൊ നൗൺ എന്താണ്? നൗൺ ഈസ് ദി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു വ്യക്തിയുടെ പേരാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു വസ്തുവിന്റെ പേരാവാം. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? നൗൺ. മലയാളത്തിൽ ഇതിനെ നാമം എന്ന് വിളിക്കും. ഓക്കെ, അപ്പം പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള നൗൺ ആണ്. നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. നൗണിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നൗണിന് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിലൊന്നാണ് കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. അതെന്താന്ന് ഞാൻ നൗൺ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ വേറൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്താ? കോമൺ നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നൗണിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ നൗണിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണ്. നൗൺ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു മെമ്പറാണ്. ഇറ്റ്സ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വ്യക്തിയുടെ പേര് പറയാം അല്ലേ? ഫോർ എക്സാമ്പിൾ സി വാണി. വാണി ഈസ് ദ നെയിം ഓഫ് എ ഗേൾ. അപ്പോൾ വാണി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് എ നൗൺ. അതുപോലെ തന്നെ നമ്മൾ പറയുവാണ് എറണാകുളം. ഓക്കെ, എറണാകുളം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നെയിം ഓഫ് എ പ്ലേസ്. അതും എന്താണ്? അതും ഒരു നൗൺ ആണ്. സി പെൻ അല്ലെ? പേന. പേന എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ പേരിനെ നമ്മൾ വിളിക്കുന്നതാണ് പേന. ട്രീ, ഫ്രൂട്ട്സ്, ഇതെല്ലാം എന്താണ്? നൗൺ ആണ്. അതായത് എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് നൗൺ. നെക്സ്റ്റ് പ്രൊനൗൺ. പ്രൊനൗൺ എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ നമ്മൾ സർവനാമം എന്ന് വിളിക്കും. നൗൺ നാമമാണെങ്കിൽ പ്രൊനൗണിനെ മലയാളത്തിൽ വിളിക്കുന്നതാണ് സർവനാമം. സർവനാമം എന്തിനാ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത്? നാമത്തിന് പകരം നിൽക്കുന്നതാണല്ലോ സർവനാമം. സെയിം തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൊനൗൺ, എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ഈസ് കോൾഡ് എ പ്രൊനൗൺ. ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ, നൗണിന് പകരം നിൽക്കുന്നത് എന്താണോ അതാണ് എന്ത്? പ്രൊനൗൺ അല്ലെങ്കിൽ സർവനാമം. സർവനാമങ്ങളെയും നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് എന്താ? പേഴ്സണൽ പ്രൊനൗൺ, റിഫ്ലെക്സീവ് പ്രൊനൗൺ, എംഫാറ്റിക് പ്രൊനൗൺ, അതുപോലെ റിലേറ്റീവ് പ്രൊനൗൺ, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. ഇങ്ങനെ പല ഡിവിഷൻ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അത് പ്രൊനൗൺ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐ. ഐ എന്ന് പറയുന്നത് എന്താണ്? അത് പ്രൊനൗൺ ആണ്. യു, ഹി, ഷീ, ദേ, ഇറ്റ് അല്ലെ? എവ്രി വൺ, എവ്രിബഡി, സംവൺ, എനിവൺ, ഇതെല്ലാം എന്താണ്?
പ്രൊനൗൺ ആണ്. അപ്പൊ നാമത്തിന് പകരം നിൽക്കുന്ന ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ, നൗണിന് പകരം നിൽക്കുന്ന എന്താണോ അതാണ് എന്താ പ്രൊനൗൺ അല്ലെങ്കിൽ സർവനാമം. നെക്സ്റ്റ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിനെ നാമവിശേഷണം എന്ന് പറയും. നാമവിശേഷണം എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലായി നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് എന്താ നാമവിശേഷണം. ഇവിടെ നോക്കാം, an adjective describes or modifies a noun or pronoun. Adjective describes or modifies a noun or pronoun. നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നൗണിനെയോ പ്രൊനൗണിനെയോ വിശേഷിപ്പിക്കുന്നത് എന്താണോ അതാണ് എന്താ അഡ്ജക്റ്റീവ്, നാമവിശേഷണം എന്നുള്ളതാണ്. അതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് നാമവിശേഷണം. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ക്ലെവർ ബോയ്. ഹി ഈസ് എ ക്ലെവർ ബോയ്. ആ ബോയ് എന്ന് പറയുന്ന നൗണിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണല്ലോ എന്താ ക്ലെവർ അല്ലെ. എങ്ങനെയുള്ള ബോയ്? ക്ലെവർ ബോയ്. ബോയ് എന്ന് പറയുന്ന നൗണാണ്. ബോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്താ ക്ലെവർ ബോയ്. അതുപോലെ നമുക്ക് പറയാം റെഡ് റോസ്. റെഡ് റോസ്. റോസ് എന്ന് പറയുന്ന നൗണാണ്. അപ്പം റെഡ് എന്ന് പറയുന്നത് എന്താണ് അഡ്ജക്റ്റീവ് ആണ്. റെഡ് റോസ് എങ്ങനെയുള്ള റോസ് ആണ്? റെഡ് റോസ്. റോസിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് എന്താ റെഡ്. അപ്പം നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന അഡ്ജക്റ്റീവ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് വെർബ്. എന്താണ് വെർബ്? എ വെർബ് ഈസ് എ വേർഡ് വിച്ച് ഷോസ് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഒരു ആക്ഷനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയോ കാണിക്കുന്നതാണ് എന്താ വെർബ് അല്ലെ. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്നതാണ് വെർബ്. നമ്മൾ മലയാളത്തിൽ ക്രിയ എന്ന് വിളിക്കും. വെർബിനെ ക്രിയ എന്ന് പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹി ലാവ്സ്. അവൻ ചിരിക്കുന്നു. അപ്പൊ അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ ലാഫ് എന്ന് പറയുന്നത്. സോ ചിരിക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയാണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വെർബ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഷീ റീഡ്സ് എ ബുക്ക്. ഷീ റീഡ്സ് എ ബുക്ക്. റീഡ്സ് എന്ന് പറയുന്ന അവൾ ബുക്ക് വായിക്കുന്നു. ആ വായിക്കുക എന്ന് പറയുന്ന ഇറ്റ്സ് ആൻ ആക്ഷൻ. സോ അതെന്താണ്? അത് വെർബാണ്. ഹി ഈസ് സ്മാർട്ട്. ഹി ഈസ് സ്മാർട്ട്. അവൻ സ്മാർട്ട് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവിടെ നമ്മൾ ഈസിനെ വെർബായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. വെർബിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് മെയിൻ വെർബെന്നും ഓക്സിലിയറി വെർബെന്നും നമ്മൾ വെർബിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും വെർബിനെ വെർബിനെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, അതായത് പാസ്റ്റ്, പ്രസന്റ്, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. ദെൻ ട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്. ഇതെല്ലാം വെർബിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, അഡ്വർബ്. Adverb എന്താ? An adverb is a word which qualifies a verb, an adjective or another adverb. അഡ്ജക്റ്റീവിൽ നമ്മൾ പഠിച്ചു നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണോ അതായിരുന്നു എന്താ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം. അഡ്വർബിനെ പറയുന്നതാണ് ക്രിയാവിശേഷണം. അതായത് വെർബിനെ മോഡിഫൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാം, നാമത്തെ വിശേഷിപ്പിക്കാം. അതും അല്ലെങ്കിൽ മറ്റൊരു അഡ്വർബിനെയും ആര് വിശേഷിപ്പിക്കുന്നുണ്ട്? അഡ്വർബ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് അഡ്വർബിന്റെ കേസിൽ പറയാൻ പറ്റും അല്ലെ, ഹി പ്ലേസ് വെൽ. അവൻ നന്നായി കളിക്കുന്നു. എങ്ങനെ കളിക്കുന്നു? വെൽ, നന്നായി കളിക്കുന്നു. അവിടെ വെൽ എന്താണ്? വെൽ എന്ന് പറയുന്നത് എന്താണ്? അത് അഡ്വർബാണ്. ഹി പ്ലേസ് വെൽ, കളിക്കുക എന്നുള്ള വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണല്ലോ വെൽ. സോ വെൽ അവിടെ അഡ്വർബാണ്. അപ്പൊ അവിടെ വെർബിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്വർബാണ് ഏത്? വെൽ. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, കാർത്തിക് ഈസ് എ വെരി ക്ലെവർ ബോയ്. കാർത്തിക് ഈസ് എ വെരി ക്ലെവർ ബോയ്. ഇവിടെ നോക്കിയേ, കാർത്തിക് ഈസ് എ വെരി ക്ലെവർ ബോയ്. ബോയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് ക്ലെവർ. ബോയ് നൗൺ ആയതുകൊണ്ട് ക്ലെവറിനെ എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് കാർത്തിക് ഈസ് എ വെരി ക്ലെവർ ബോയ്. ക്ലെവറിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് എന്ത്? വെരി. സോ ഈ സെന്റൻസിൽ വെരി എന്ന് പറയുന്ന അഡ്വർബാണ്. അത് എന്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ്, ഹി ഡിഡ് നോട്ട് ഗോ സോ ഫാർ. ഹി ഡിഡ് നോട്ട് ഗോ സോ ഫാർ. ഹി ഡിഡ് നോട്ട് ഗോ ഫാർ. ഫാർ എന്ന് പറയുന്ന അഡ്വർബ് ആണല്ലോ. ആ അഡ്വർബിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹി ഡിഡ് നോട്ട് ഗോ സോ ഫാർ. ഫാറിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് സോ. അതായത് ഫാർ അഡ്വർബാണ്. അഡ്വർബിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന അഡ്വർബാണ് എന്താ? സോ. അപ്പൊ അഡ്വർബ് അല്ലെങ്കിൽ ക്രിയാവിശേഷണം ചെയ്യുന്ന വെർബിനെ മോഡിഫൈ ചെയ്യാം, അതല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യും, അതും അല്ലെങ്കിൽ അവ എന്തിനെ തന്നെ മോഡിഫൈ ചെയ്യും? മറ്റൊരു അഡ്വർബിനെ മോഡിഫൈ ചെയ്യും. നെക്സ്റ്റ്, പ്രിപ്പോസിഷൻ. PSC പരീക്ഷയ്ക്കും മറ്റു മത്സര പരീക്ഷകളിലും പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്
പ്രിപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ പ്രിപ്പോസിഷന്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പ്രിപ്പോസിഷന്റെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് എന്താന്ന് മനസ്സിലാക്കാം. പ്രിപ്പോസിഷൻ, എ പ്രിപ്പോസിഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രൊനൗൺ ആൻഡ് സം അതർ വേർഡ് ഇൻ ദി സെന്റൻസ്. അതായത് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിലെ നൗണിനോ പ്രൊനൗണിലോ അതിലെ മറ്റു വല്ല വാക്കുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു പദങ്ങളുമായിട്ടോ ഉള്ള ബന്ധത്തെ കാണിക്കുന്നതിന് സൂചിപ്പിക്കുന്നതാണ് എന്താ, പ്രിപ്പോസിഷൻ. ഫോർ എക്സാമ്പിൾ, ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ദ ഡോഗ് എന്ന് പറയുന്ന നൗൺ ആണല്ലോ, അതെവിടെയാണ്, ട്രീയുടെ താഴെ കിടന്നുറങ്ങുന്നു എന്ന് പറയുമ്പം അപ്പോൾ ആ ട്രീയുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതിന് യൂസ് ചെയ്തിരിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഏതാ, അണ്ടർ എന്ന് പറയുന്നത് അല്ലേ. പ്രിപ്പോസിഷനെ മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നതാണ് ഗതി. ഓക്കെ, ഗതി എന്നാണ് പ്രിപ്പോസിഷൻ മലയാളത്തിൽ അറിയപ്പെടുന്നതാണ് ഗതി. അപ്പം നൗണിനോ പ്രൊനൗണിനോ സെന്റൻസിലെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിപ്പോസിഷൻ. ഡീറ്റെയിൽ ആയിട്ട് അതിന് ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ്, കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറയുന്നത് കൺജങ്ഷൻ ജോയിൻസ് ടുഗദർ സെന്റൻസസ് ഓർ വേർഡ്സ്. രണ്ട് സെന്റൻസുകൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സെന്റൻസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ക്ലോസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനോ വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്താ, കൺജങ്ഷൻ. കൺജങ്ഷനെ മലയാളത്തിൽ നമ്മൾ ഘടകം എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, കിരൺ ആൻഡ് റോഷൻ ആർ ഗുഡ് ഫ്രണ്ട്സ്. കിരൺ ആൻഡ് റോഷൻ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ കിരൺ എന്ന് പറയുന്ന വേർഡിനെയും റോഷൻ എന്ന് പറയുന്ന മറ്റൊരു നൗണിനെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിന് യൂസ് ചെയ്ത കൺജങ്ഷൻ ആണ് ഏത്, ആൻഡ്. അപ്പോൾ വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം, അല്ലെങ്കിൽ സെന്റൻസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം, അതും അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്താ, കൺജങ്ഷൻ അല്ലെങ്കിൽ ഘടകം. എട്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് നമ്മളോട് എക്സാമിനൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഇന്റർജെക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്ലാസ് ഞാൻ തരത്തില്ല കേട്ടോ, ഇന്റർജെക്ഷൻ തരില്ല. ബാക്കി നമ്മൾ പറഞ്ഞ ആദ്യത്തെ 7 അതിന്റെ ക്ലാസ് ഞാൻ തരുള്ളൂ. ഇപ്പൊ ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇന്റർജെക്ഷൻ ഈസ് എ വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് ഈസ് ഗ്രാമാറ്റിക്കലി ഇൻഡിപെൻഡന്റ് ഫ്രം ദ വേർഡ്സ്. ഗ്രാമറുമായിട്ട് ഒരു ബന്ധവും ഇതിനില്ല. അറൌണ്ട് ഇറ്റ് ആൻഡ് മെയിൻലി എക്സ്പ്രസ് ഫീലിംഗ് റാദർ ദാൻ മീനിങ്. ഒരു സെന്റൻസിൽ അർത്ഥം കൊടുക്കുന്നതിലുപരി ആ സെന്റൻസിന് ഒരു ഫീലിംഗ് കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ, ഇന്റർജെക്ഷൻ. ഓക്കെ, അപ്പൊ ഇന്റർജെക്ഷൻ കൊടുക്കുന്നത് തന്നിരിക്കുന്ന സെന്റൻസിന് ഒരു ഫീലിംഗ് കൊടുക്കുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, അലാസ് അവർ ടീം ഫെയിൽഡ്. അലാസ് അവർ ടീം ഫെയിൽഡ്. കഷ്ടം, ഞങ്ങളുടെ ടീം തോറ്റു. അലാസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇന്റർജെക്ഷൻ ആണ് അല്ലെ. അലാസ് അവർ ടീം ഫെയിൽഡ് എന്ന് പറയുമ്പം അലാസ് ഇന്റർജെക്ഷൻ ആണ്. വാവ് ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. വാവ് ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ അല്ലെ. സി, വാവ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റർജെക്ഷൻ ആണ്. ഓ ഇറ്റ്സ് വെരി നൈസ്. സി, ഓ എന്താണ്, ഇന്റർജെക്ഷൻ ആണ്. ഇന്റർജെക്ഷനെ മലയാളത്തിൽ വിളിക്കുന്നതാണ് വ്യാക്ഷേപകം. ഓക്കെ, വ്യാക്ഷേപകം. അപ്പോൾ നമ്മൾ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇന്നത്തെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലെറ്റ്സ് എഡ്യൂ ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുക. താങ്ക്